Hey, hello everyone. Assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കോളേജിൽ നിന്ന് IV പോകണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിംഗ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളെയാണ് ഇപ്പോൾ എനിക്ക് IV എങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, നാളെയാണ് IV എങ്കിൽ അതിൻ്റെ തലേ ദിവസമാണ് ഞാനിപ്പോൾ ഈ സാധനം പാക്ക് ചെയ്യുന്നത്. തലേ ദിവസം എന്ന് പറയുമ്പോൾ അതിൻ്റെ രാവിലെ ഉച്ചക്കൊന്നുമല്ല, രാത്രി 12 മണിക്കാണ് ഈ കണ്ടമാന സാധനങ്ങളൊക്കെ കൂട്ടി ഞാൻ പാക്ക് ചെയ്യണത്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് ഗൈസ്. എനിക്ക് എത്ര ടൈം കിട്ടിയാലും ആ സംഭവത്തിൻ്റെ തലേ ദിവസം ചെയ്താലുള്ള ഒരു മനസ്സുഖം എനിക്ക് വേറെ എപ്പോൾ ചെയ്താലും കിട്ടൂല. അതിനായിട്ട് ഞാനത് മാറ്റി വെക്കും. അതേപോലെ രാത്രി 12 മണി വരെ ഞാനിത് മാറ്റി വെച്ചു. എന്നിട്ട് എനിക്ക് തോന്നുന്നു 2 മണിയൊക്കെ ആയിട്ടാണ് ഞാൻ ഉറങ്ങിക്കണത്. ഞാൻ ഒറ്റക്കല്ല, ഇമ്മാനെ പിടിച്ച് വലിച്ചിരുത്തി കൊണ്ടൊന്ന് ചെയ്യിപ്പിച്ചിക്കണു. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഒക്കെ മടക്കി വെച്ചൊക്കെ ചെയ്യാൻ നോക്കി. സംഭവം ഞാൻ എങ്ങനെ ചെയ്തിട്ടും മടക്കിയിട്ടും സാധനങ്ങളൊന്നും ശരിയാവണില്ല. കണ്ടോ, എൻ്റെ തൊണ്ടൊക്കെ ആകെപ്പാട് ഇളിഞ്ഞിക്കണു. അപ്പോൾ പറഞ്ഞു, ഉമ്മ ഇജ്ജൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഇമ്മ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്പീഡിലാവാൻ തുടങ്ങി. ഞാൻ ചെയ്യുമ്പോൾ ഭയങ്കര ആമരിച്ചണ പോലെയൊക്കെ ആയിരുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ മുയൽ ചാടുന്ന പോലെയൊക്കെ ആയി. ഇമ്മ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞാണ്, ഞാൻ ആക്കിത്തരാം, ഞാൻ പാക്ക് ചെയ്താക്കിത്തരാം, സബൂറാകുന്നു. പക്ഷെ ഞാൻ തലേസാണല്ലോ ഇതിന് പുറപ്പെട്ടിക്കണം. അപ്പോൾ ഇതിന് ടൈമിന് കയ്യൂലേന്ന് ആകെപ്പാട് എനിക്ക് ടെൻഷനായി. പിന്നെ ലാസ്റ്റ് ഉമ്മ ഒക്കെ പാടെ അങ്ങോട്ട് സെറ്റാക്കി തന്നു. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരാഴ്ച മുന്നേ പാക്ക് ചെയ്തിട്ട് പെട്ടി കയ്യിൽ പിടിച്ചിട്ടാണ് ഓരൊക്കെ ഉറങ്ങണത്. അതേസമയം ഞാനാണെങ്കിൽ പാക്ക് ചെയ്യൽ തുടത്തിയിട്ടുള്ളൂ. ഞാൻ ആദ്യം ഒരു ട്രാവലർ ബാഗ് എടുത്തിട്ട് അതിലിട്ടിട്ട് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോകാമെന്നാന്ന് വിചാരിച്ച്, വെറുതെ ഇതിനോ തോനെ സാധനങ്ങളും പെട്ടിയും ലഗേജൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണമെന്ന് കരുതിയിട്ട്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ട്രാവലർ ബാഗിൽ ഞാൻ അങ്ങനെ സാധനങ്ങളൊക്കെ മടക്കി വെച്ചപ്പോൾ സാധനങ്ങളിൻ്റെ പകുതി മുക്കാലും അതിൽ കൊള്ളണില്ല. അപ്പം മനസ്സിലായി ഇതൊരു നടക്ക് പോകൂല എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളൊരു പെട്ടി സെറ്റാക്കി എടുത്തത്. പെട്ടി മീൻസ് ട്രോളി സെറ്റാക്കി എടുത്തത്. അതിൽ നിന്നിട്ട് ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ മടക്കി വെച്ച് നോക്കിയപ്പോൾ എന്താണ്, സാധനങ്ങളൊന്നും കൊള്ളണില്ല, പെട്ടി അടയണന്നല്ല. എങ്കിൽ പിന്നെ ഇതിൽ കൊള്ളണത് ഇതിലും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ട്രാവലർ ബാഗിലും കുത്തി കയറ്റി നമുക്ക് വെക്കാം, അഡ്ജസ്റ്റ് ആക്കി വെക്കാന്നുള്ള ഒരു ലാസ്റ്റ് നമ്മൾ അങ്ങനത്തെ ഒരു ഡിസിഷനിലാണ് എത്തിയത്. എന്നിട്ട് ഇതൊന്ന് കുറച്ച് സാധനങ്ങൾ നമ്മൾ മാറ്റി വെച്ചിട്ട് ഇതിൽ കൊള്ളണ സാധനങ്ങളൊക്കെ നമ്മൾ ഇതിലിങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ലാസ്റ്റ് അത് പൂട്ടി വെച്ചു. ഇനി നമ്മളത് തുറക്കൂല. ഇനി നമ്മൾ ട്രിപ്പിനൊക്കെ ചെന്നിട്ട് അപ്പോഴേ നമ്മൾ ഇനി ഇത് തുറക്കുള്ളൂ. അതുവരെ ഇതിവിടെ ഭദ്രമായിരിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ ട്രാവലർ ബാഗ് എടുത്തു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിലും എൻ്റെ സാധനങ്ങൾ ഞാൻ ഫസ്റ്റ് ഇതിൽ മാത്രമായിട്ട് കൊണ്ടുപോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഭയങ്കര ലാവിഷായിട്ട് പോകാമെന്ന്. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി. പെട്ടിക്ക് പുറമെ ഈ ഒരു ബാഗ് കൊടുത്തിട്ട് പോകേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ജസ്റ്റ് കാഷ്വൽ വിയേഴ്സൊക്കെ ഞാൻ ഇതിലാണ് എടുത്തത്. നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ ആ പെട്ടിയിൽ വെച്ചു. പിന്നെ അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ ഇതിലും വെച്ചു. ഡ്രസ്സിന് പുറമെ പിന്നെ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ബാഗിലാണ് വെച്ചത്. കാരണം എടുക്കാനും തുറക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ ഞാൻ ഇതിൽ കുറച്ച് അങ്ങനെ സാധനങ്ങൾ വെച്ചു. പിന്നെ സ്നാക്സ് ഒക്കെ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ സ്നാക്സ് ഒന്നും കൊള്ളണന്നല്ല. എൻ്റെ ഡ്രസ്സുകളൊക്കെ ബാക്കി ഒക്കെ വെച്ചിട്ട് പിന്നെ സ്നാക്സ് വെക്കാൻ നോക്കിയപ്പോൾ അതൊന്നും കൊള്ളണന്നല്ല. എന്നിട്ട് പിന്നെ അമ്മ കവറിന്ന് മാറ്റിയിട്ടൊക്കെ എന്തൊക്കെ കുത്തി തിരക്കി ഒക്കെ സെറ്റാക്കി തന്നു. ലാസ്റ്റ് അവസാനം എല്ലാം വെക്കലേൻ്റെ ഒക്കെ സെറ്റായി കഴിഞ്ഞാൽ അവസാനം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ മറന്നിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഞാനും മറന്നു. ഞാൻ ആ ചെരുപ്പൊക്കെ എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ ഒരു കവറൊക്കെ എടുത്തിട്ട് ചെരുപ്പൊക്കെ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. പിന്നെ ഈ സാധനമൊക്കെ ഞാൻ മറന്നിരുന്നു. ചെരുപ്പൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത് എനിക്ക് തന്നെ വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും നമ്മളൊരു യാത്രക്ക് പോകല്ലേ, അപ്പോൾ അത് ഇരുന്നോട്ടെ, നമ്മുടെ പഞ്ചായത്ത് വിട്ടിട്ട് ആദ്യമായിട്ട് പോവുകയാണ്, അപ്പോൾ അതൊക്കെ ഇരുന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നോക്കിയപ്പോൾ ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബാഗ് 9-ാം മാസം ആയ പോലെ ആയിരുന്നു. അമ്മാരി വീർത്തിട്ടായിരുന്നു നിന്നിരുന്നത്. പോരാഞ്ഞിട്ട് മുടിഞ്ഞ കനം എമ്മാരി വെയിറ്റ് ആയിരുന്നു വെച്ചിട്ട് എൻ്റെ പെട്ടി പിന്നെയും വലിയ സീൻ ഉണ്ടാകുന്നില്ല പിടിക്കാനും ഇതിനൊക്കെ. പക്ഷേ ഈ ബാഗ് എൻ്റെ കഴുത്തിൻ്റെ ഒക്കെ പണി തീർന്നിരുന്നു. അപ്പം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സമാപ്തിയിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി ട്രിപ്പിന് പോകുക, എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒക്കെ സെറ്റാക്കിയതല്ല. ഞാൻ ആ ബാഗൊക്കെ തോളത്ത് വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ IVൻ്റെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.